Okay, now the fifth type of question is answer short question. Answer short question. You'll be asked a short question, okay, and you need to answer in 10 seconds. 10 സെക്കൻഡിനകത്തുള്ളിൽ വെച്ച് നമ്മൾ ആൻസർ ചെയ്യണം. ആൻഡ് ഹിയർ യു വിൽ നോട്ട് ടെസ്റ്റ് യുവർ ജനറൽ നോളജ് ബട്ട് യുവർ വൊക്കാബുലറി. ഓക്കെ, സോ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വൊക്കാബുലറി അല്ലേ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, വൺ വേർഡ്. അത് തന്നെയാണ് ഈ വൺ വേർഡിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിഡോ. വിഡോ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഓർ എ വുമൺ whose husband has been dead. Okay, whose husband is dead is called. So എന്താണ് ക്വസ്റ്റ്യൻ? what do you call for a woman whose husband is dead? അപ്പോൾ 10 സെക്കൻഡിനകത്ത് നിങ്ങൾ ആൻസർ ചെയ്യണം വിഡോ. ഓക്കെ, അപ്പോൾ ഇവിടെ അസസ് ചെയ്യുന്ന എന്താണ്? നിങ്ങൾക്ക് വൊക്കാബുലറി ഉണ്ടോ? 2 പ്രൊനൗൺസിയേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്. 3 സ്ട്രെസ് ആൻഡ് ഓരോ വേർഡിനും നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് ഉണ്ടല്ലോ. വേർഡിനകത്ത് തന്നെ നമുക്ക് സിലാബിക് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് നമ്മൾ അത്യാവശ്യമായിട്ടും ഓർത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനത് പറയാൻ കാരണം, ഇപ്പം കണ്ടൻറ്റ്, CONTENT, നമുക്ക് 2 വാക്ക്, കണ്ടൻറ്റ് എന്ന് പറയുന്ന സെയിം സ്പെല്ലിങ്ങിൽ നമുക്ക് 2 അർത്ഥത്തിലുള്ള 2 വാക്കുണ്ട്, ബട്ട് ഹാവിങ് ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ. എന്താണ്? കോണ്ടൻറ്റ്, കണ്ടൻറ്റ്, കോണ്ടൻറ്റ്, കണ്ടൻറ്റ്. അപ്പോൾ കോണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗിവ് സ്ട്രെസ് ഓൺ കോണ്ടൻറ്റ്. അപ്പോൾ ആ കോ എന്ന റൗണ്ടഡ് ലിപ്സോട് കൂടി പറയേണ്ടി വരും. പക്ഷേ കണ്ടൻറ്റ് എന്ന് പറയുമ്പം ക എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് ടേയ്ക്കകത്താണ്, കണ്ടൻറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഞാൻ പറഞ്ഞു വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ അസസ്മെൻറ്റ് ചെയ്യുന്നത് പ്രൊനൗൺസിയേഷൻ, സ്ട്രെസ് ആൻഡ് യുവർ നോളജ് ഇൻ ദ വേർഡ്. ഓക്കെ, നിങ്ങൾക്ക് എത്രമാത്രം വൊക്കാബുലറി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ മാർക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറിനും ഓരോ മാർക്കാണ്. ആൻഡ് ഇൻ ദിസ് സെക്ഷൻ യു വിൽ ബി ആസ്ഡ് 10 to 12 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ 10 മുതൽ 12 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. ആൻഡ് 10 seconds to answer the question. I hope you understand about answer short questions. And here, for acquiring the best score, you need to have a collection of a good collection of vocabulary. Okay, best of. Okay, the 6th question type asked in the first part of PT section is summarize written text. Summarize written text. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, you will be given 300 words prompt as the question. 300 words എന്ന് പറയുമ്പോൾ അറിയാം, ഒരു എസ്സേ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഒരു എസ്സേ തരും. ആൻഡ് വാട്ട് യു നീഡ് ടു ഡു ഈസ് യു ഹാവ് ടു സമ്മറൈസ് ഇറ്റ് ഇൻ ജസ്റ്റ് 1 sentence. ഒരു ഒറ്റ സെൻറ്റൻസിനകത്ത് ഈ ഫുൾ എസ്സേ കൺക്ലൂഡ് ചെയ്ത് പറയണം. ഒറ്റ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഭഗവാനി, 1 sentence എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് എ വേർഡ് ലിമിറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 50 words ആൻഡ് നോ മോർ ദാൻ 70 words. ഓക്കെ, അപ്പോൾ 50 words എങ്കിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരൊറ്റ സെൻറ്റൻസ് ആണ്. ആൻഡ് ഇറ്റ് വുഡ് ബി മച്ച് ഡിഫിക്കൽട്ട് ഫോർ യു, ഐ തിങ്ക്. ആൻഡ് ഹിയർ യു നീഡ് സം പ്രാക്ടീസ് ഹൗ ടു മേക്ക് very complex and lengthy sentence, grammatically correct. Okay, അപ്പോൾ അവിടെയാണ് നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു എസ്സേ മാതിരിയുള്ളൊരു ക്വസ്റ്റ്യൻ തരും. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 50 to 70 words ദൈർഘ്യത്തിലുള്ള ഒരു 1 sentence സമ്മറി നമ്മൾ അവിടെ എഴുതണം. ഇതുപോലെ ഒരു 2 to 3 questions ചോദിക്കാൻ ആ ഒരു സെക്ഷനിൽ കാണും. ഒരെണ്ണം മാത്രമല്ല, അതുപോലെ 2-3 ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഇതാണ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ, that means 7th section in part 1 section is essay. Now you are going to write and type an essay. വേണ്ടത് ഈ 300 words 20 minutes നമുക്ക് ടൈപ്പ് ചെയ്യണം. 20 minutes എടുക്കാൻ പാടില്ല, ഒരു 15 to 18 minutes നമുക്ക് ടൈപ്പ് ചെയ്ത് തീർക്കാനുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ PT പ്രിപ്പറേഷൻ ടൈമിൽ ചെയ്തിരിക്കണം. ഇപ്പോൾ ലാസ്റ്റ് സെക്ഷൻ അറിയാലോ, എസ്സേ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 2-3 sentence പ്രോംപ്റ്റ് തരും. ആ ജസ്റ്റ് ലൈക്ക് IELTS എസ്സേ റൈറ്റിംഗ്. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിൻ്റെ ടാസ്ക് തരും. അതുപോലെ തന്നെയാണ് ഇവിടെ 1-2 സ്റ്റേറ്റ്മെൻറ്റ് തരും, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ടാസ്കും തരും. അതാണ് 2-3 sentences ഒരു പ്രോംപ്റ്റ് തരും. ആൻഡ് വി നീഡ് ടു റൈറ്റ് എൻ എസ്സേ ഇൻ
at least 300 words. Okay. And this is about part 1 section of PT.